ഡോക്ടർ ജിൻസൺ വി പാർക്കൽ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത്, വൈക്കം ഫാസി, ഈ യോഗത്തിൽ ആശംസകൾ നൽകി സംസാരിക്കുന്ന കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ രവിശങ്കർ പി സിംഗ്, ശ്രീ കെ എസ് ബേബി, ശ്രീമതി ബിന്ദു, പ്രിയ അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മളുടെ കോളേജ് ദിന ചെയർമാനായിരുന്നു. ഒട്ടേറെ പരിപാടികൾക്ക് ആ കാലഘട്ടത്തിലെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ മികച്ച വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിലുള്ള സ്വരാജ് ട്രോഫി സംസ്ഥാന ഗവൺമെന്റിന്റെ ഒന്നാം സ്ഥാനം, വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. നമുക്ക് ഏവർക്കും അതിലേറെ സന്തോഷമുണ്ട്. ഒട്ടേറെ പദ്ധതികൾ എനിക്ക് തോന്നുന്നു വയോജനങ്ങൾ മുതൽ അംഗൻവാടി വരെ പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഏറെ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കി. നിർമ്മ പദ്ധതി, പൊൻകതിരി പദ്ധതി, ഞാൻ എല്ലാം ഇവിടെ പറയുന്നില്ല. അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞത് നൂതനമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾക്കാണ് അവർ രൂപം നൽകിയത്. കിട്ടിയിരുന്ന ഫണ്ട് മുഴുവൻ അവര് തയ്യാറാക്കിയ പ്ലാൻ മുഴുവൻ നടപ്പിലാക്കുകയും കിട്ടിയിരുന്ന ഫണ്ട് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതായിരുന്നു അവരുടെ പ്രത്യേകത. അപ്പൊ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ ശ്രമമാണ് അവർക്ക് ഈ അംഗീകാരം ലഭിക്കുവാനായിട്ട് കാരണം. അപ്പൊ ഞങ്ങൾക്കെല്ലാം ഏറെ സന്തോഷമുണ്ട്. ഈ വൈക്കം സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പേരിൽ, കോളേജ് യൂണിയന്റെ പേരിൽ എല്ലാവിധ ആദരവും നൽകുന്നതിനോടൊപ്പം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തതായി സംസ്ഥാന സർക്കാരിന്റെ ഹാസ്യതാരത്തിനുള്ള ടെലിവിഷൻ അവാർഡ് ലഭിച്ച വൈക്കം ഫാസിയാണ്. എനിക്ക് തോന്നുന്നു 1995-97 കാലഘട്ടത്തിൽ നമ്മുടെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫാസിയെ നല്ലപോലെ അറിയാം. എനിക്ക് തോന്നുന്നു നിരവധി ടെലിവിഷൻ ചാനലുകളിൽ നമ്മളുടെയൊക്കെ കുടുംബ സദസ്സിലെ സ്ഥിര സാന്നിധ്യമാണ് വൈക്കം ഫാസി. പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെയുണ്ട്. പ്രധാനമായിട്ടും ടെലിവിഷൻ ഷോയിലൂടെയാണെന്ന് തോന്നുന്നു കലാരംഗത്തുള്ള അവതാരം എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ജീവൻ TV, കൈരളി TV, ഫ്ലവേഴ്സ് TV, അതുപോലെ തന്നെ മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ്, മഴവിൽ മനോരമത്തിന് ഒരു ചിരി, ഇരുചിരി, ബമ്പർ ചിരി എന്നിവരുടെയൊക്കെ നമ്മുടെ മനസ്സുകളെ കീഴടക്കിയ വൈക്കം ഫാസി ഇനി ഒട്ടേറെ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ആദരവും അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. എന്നോർക്കുമ്പോൾ ശരിക്കും മനസ്സിനെ പിടിച്ചു കുലുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ എനിക്ക് മറന്നു പോകുന്നതും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമാക്കാത്തതും. യൂണിയൻ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് സമയ പരിമിതികൾ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ യൂണിയൻ കൃത്യമായ കാര്യങ്ങൾ ഇടപെട്ടു പോയി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൃത്യമായ രീതിയിലുള്ള പ്രോഗ്രാമുകൾ, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ നിറവേറ്റുവാനും പിള്ളേരോടൊപ്പം നിൽക്കുവാനും ഈ യൂണിയന് സാധിച്ചു എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂണിയൻ കാലഘട്ടം അവസാനിക്കുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത 2 പേരുകളുണ്ട്. കോളേജ് യൂണിയൻ അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ശ്രീ ലിറ്റി മിസ്, വിൻസെന്റ് സാർ. ഈ നാമങ്ങൾ പറയാതെ യൂണിയന്റെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം യൂണിയൻ ഒരു പരിപാടി ആവിഷ്കരിക്കുവാൻ ആദ്യം മുന്നോട്ട്
ക്യാമ്പസിന്റെ പ്രസക്തി എനിക്ക് തോന്നിയത് ഒരിക്കൽ അയ്യപ്പ പണിക്കരുടെ ഒരു വാക്ക് ഞാൻ വായിക്കാനിടയായിരുന്നു. അയ്യപ്പ പണിക്കര് പറയുന്ന ഒരു കാര്യമുണ്ട്: പഠിക്കാനാവുന്നത് പഠിപ്പിക്കാനാവില്ല, പഠിക്കാനാവുന്നത് പഠിപ്പിക്കാൻ ആവില്ല. നമ്മുടെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, അത് നമ്മളെ പഠിപ്പിക്കുന്നവർ പഠിക്കുന്നു. പക്ഷെ പഠിപ്പിക്കാതെ പഠിക്കാൻ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാതെ പഠിക്കാൻ. എനിക്ക് തോന്നുന്നത് ക്യാമ്പസ് നൽകുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് പഠിപ്പിക്കാതെ കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള സാധ്യത. അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതെന്താണെന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയ അത് മാനവികത ആണെന്ന് പറയും. ഈ ലോകത്തിലെ എല്ലാവരും ഒരേ വീക്ഷണത്തോടെ, നല്ല നവ്യമായ ഒരു ദർശന പാഠകത്തോടെ എല്ലാവരെയും കാണാൻ പഠിപ്പിക്കുന്ന. അപ്പൊ അലക്സാണ്ടർ ചക്രവർത്തിയോട് ഡയോജനസ് നൽകിയ ഒരു മറുപടി, ഡയോജനസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് പറഞ്ഞു: അല്ലയോ അലക്സാണ്ടർ ചക്രവർത്തി, അങ്ങയുടെ അപ്പനായ ഫിലിപ്പ് രാജാവിന്റെ അസ്ഥിയും അടിമയുടെ അസ്ഥിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഞാൻ തിരയുക. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, സ്വന്തം നിസ്സാരതയെ മറക്കാതിരിക്കുക, വിവരിക്കാനാവാത്ത ഹിംസയെയും ചുറ്റുമുള്ള വന്യമായ അസമത്വങ്ങളെയും നിസ്സംഗതയോടെ കാണാതിരിക്കുക. ദുഃഖമുള്ള ഇടങ്ങളിലെല്ലാം ആനന്ദം അന്വേഷിച്ച് അലയുക. സൗന്ദര്യത്തെ അതിൻ്റെ കാമ്പ് ഉത്സാഹപൂർവ്വം പിന്തുടരുക. സങ്കീർണതയെ ലഘൂകരിക്കാതിരിക്കുക, സരളമായതിനെ സങ്കീർണമാക്കാതിരിക്കുകയും ചെയ്യുക. ശക്തി ചൈതന്യത്തെ ആദരിക്കുക, എന്നാൽ ഒരിക്കലും അധികാരത്തെ അല്ല. എല്ലാറ്റിനും ഉപരിയായി കൂടുതൽ നിരീക്ഷിക്കുക, ഗ്രഹിക്കാൻ ശ്രമിക്കുക, അവഗണിക്കാതിരിക്കുക, ഒരിക്കലും മറക്കാതിരിക്കുക. അതാണ് മാനവികതയുടെ ശ്രേഷ്ഠഭാവം എന്ന അരുന്ധതി റോയ് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഈ ക്യാമ്പസ് പുതിയ മാനവിക ദർശനം നൽകട്ടെ. അതിന് ക്യാമ്പസിലെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് ഉപയുക്തമാകട്ടെ. പ്രത്യേകിച്ച് യൂണിയൻ ആക്ടിവിറ്റീസ് നിങ്ങളെ നല്ല ഇതുപോലെ നമ്മുടെ KK രഞ്ജിത്ത് സാറിനെ പോലെയും നാസിർ പോലെയും ഒക്കെ ലോകമറിയുന്ന, നാടറിയുന്ന, ഈ നാടിന്റെ അഭിമാന തിളക്കങ്ങളായി മാറുന്ന വലിയ നന്മയുള്ള പ്രകാശ ഗോപുരങ്ങളായി നിങ്ങളെല്ലാവരും മാറട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഇന്നത്തെ ഹോം ഡേ KK രഞ്ജിത്ത് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 95-97 കാലഘട്ടത്തിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ പഠിച്ചു പോയ ആളാണ് ഫാസി. പക്ഷേ എങ്കിലും TV സീരിയലുകളിലൊക്കെ നമ്മൾ സീരിയലിലൊക്കെ TV ഷോകളിലൊക്കെ ഫാസിയുടെ പ്രകടനങ്ങൾ കണ്ട് നമ്മളുടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബോർ അടിച്ചിരിക്കുമ്പോൾ വളരെയധികം നമ്മളുടെ മാനസിക ഉല്ലാസം തരുന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. The winner of Luminary Award goes to Ms. Anjana S. Lal from the Department of Food Science. I welcome our dear manager, Reverend Father. I invite our principal, Dr. Jiksani Paramil, to his Lal.
ബാലചന്ദ്രന്റെയും സൂരജിന്റെയും ഒക്കെ സ്കിറ്റും മെമിക്രിയും മോണാക്റ്റും ഒക്കെ നിറഞ്ഞാടിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കല ഞാൻ പറയുന്ന അന്നത്തെ ആ വേദിയാണ് എനിക്ക് തോന്നുന്നത് രാജേഷിന് ഒരു ഊന്നുപടിയായിട്ട് ഉയരാൻ വേണ്ടി സഹായിച്ചു കഴിഞ്ഞു. വന്ന് വളരെ രസകരമായിട്ട് ഭാവനാത്മകമായിട്ട് അവരെ അധ്യാപകരെ അനുകരിക്കുമായിരുന്നു, വളരെ നല്ല രീതിയിൽ അനുകരിക്കുമായിരുന്നു. അപ്പം അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ഇത്ര നന്നായിട്ട് അധ്യാപകരെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിരീക്ഷണ പാഠം ഇവർക്കെല്ലാം ഉണ്ടായി. അപ്പം ഇവരുടെയൊക്കെ ഒരു ചവിട്ടുപടി ഈ കോളേജാണ്. അപ്പൊ ഇങ്ങനെ രാവിലെ ഒരു 3 മണിയായി കാണുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാവിലെ 3 മണിയായപ്പോൾ അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാം. റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ആദ്യം 3ാം സ്ഥാനമാണ് അവർ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം 3ാം സ്ഥാനം അനൗൺസ് ചെയ്യുന്നത് സെന്റ് സേവിയേഴ്സ് കോളേജ് കിടക്കുന്നതെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഞങ്ങളും അടക്കം, കാര്യം അന്ന് ചെറുപ്പക്കാരായിരുന്നു, ഞങ്ങളും കുട്ടികളോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കസേരയൊക്കെ എടുത്ത് ഉയർത്തി കോളേജിന്റെ പേരൊക്കെ ഉയർത്തി ഞങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും ഓരോ സ്ലോഗൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സെന്റ് സേവിയേഴ്സ് കോളേജ് ആലുവ എന്നാണ് കേട്ടത്. വളരെ നിരാശരായിട്ട് എടുത്തുയർത്തിയ കസേരകളും വാക്കുകളും എല്ലാം ഉള്ളിലൊക്കിക്കൊണ്ട് വളരെ നിരാശരായിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ ഇരുന്നു. ഇനി പ്രതീക്ഷയൊന്നുമില്ല. കാര്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് ഒരു 3ാം സ്ഥാനമാണ്. അത് കഴിഞ്ഞ് 2ാം സ്ഥാനം ലഭിച്ചത് സെന്റ് തെരേസാസ് കോളേജ് എറണാകുളം. ശാന്ത ടീച്ചറിനെ ഒഴിവാക്കി ഒരു കലാമത്സരം നടത്താൻ സാധിക്കില്ല. അപ്പൊ ശാന്ത ടീച്ചർ പറഞ്ഞു, എന്നാ നമുക്ക് പോകാം, അന്ന് ഇതുപോലെ ടെമ്പോ ട്രാവലൊക്കെ അതിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെയൊക്കെ കൂട്ടി പോകാൻ നിൽക്കുമ്പോഴാണ് 1ാം സ്ഥാനം എന്ന് വന്നപ്പോഴത്തേക്ക് ചുമ്മാ ഞങ്ങൾ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോഴും സെന്റ് സേവിയേഴ്സും കിട്ടും, എന്നാലും വിശ്വാസം. അപ്പോഴാണ് സെന്റ് സേവിയേഴ്സ് കോളേജ് വൈക്കം എന്ന് കേട്ടപ്പോഴത്തേക്കും വിശ്വസിക്കാൻ പറ്റാതെ ആ നിമിഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. ആ രാത്രി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. കാര്യം കേരളത്തിലുള്ള ഏറ്റവും ഉന്നതരായിട്ടുള്ള ഏറ്റവും പ്രൗഢിയുള്ള മറ്റ് കോളേജിനോട് മാറ്റി വെച്ചത് എനിക്ക് തോന്നുന്നു 97 കാരണം ഇവർ ചെയ്തതാണെന്ന് പറയുന്നത്. നമ്മുടെ ഈ ക്യാമ്പസ് എന്നും ഇതിനേക്കാൾ ഉപരിയായി വളർന്ന് അഭിമാനപൂർവ്വം ഇതിനെ എൽഎസ് നമ്മുടെ ലോകത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം, ഇന്ന് കുട്ടികൾ സെന്റ് സേവിയേഴ്സ് കോളേജ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് നല്ല പാട്ടുകാരാ അട്ടമിട്ടു ഞാൻ കാത്തുവെച്ചു മുല്ല മുട്ടിലോടും അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേരുകാരാ എന്റെ കൽവി ീട്ടുവാനുള്ള തന്ത്രികൾ തൊട്ടുവെന്ന പോലെ തൊട്ടടുത്തു നീ നിന്നുവെങ്കിലും കൈ തൊഴഞ്ഞതെന്തേ താളങ്ങളിൽ മൂടുവാൻ കൈ താളവിട്ടൊന്നു പാടുവാൻ ലാളനങ്ങളിൽ മൂടുവാൻ കൈ താളവിട്ടൊന്നു
അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ്, മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ, നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ബമ്പർ ചിരി, ഫ്ലവേഴ്സ് ടിവിയിലെ കോമഡി സൂപ്പർ നൈറ്റ്, ഇങ്ങനെ നിരവധി ഷോകളിലൂടെ സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ മലയാളി മനസ്സിനെ കീഴടക്കിയ വൈക്കം ബാസിക്ക് തീർച്ചയായും ഈ അവാർഡ് ഒരു തുടക്കം മാത്രമാണ്. ഇനിയും കലാ സാംസ്കാരിക രംഗത്ത് തന്റെ വ്യക്തിമുദ്രകൾ പതിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യൂണിയന്റെ ആദരവ് സ്വീകരിക്കുന്നതിനായി വൈക്കം ബാസി സാറിനെ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകുന്നതിനായി നമ്മുടെ കോളേജ് മാനേജർ റെവറൻഡ് ഫാദർ രജു കണ്ണമ്പുഴാസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ഫാദർ. ആമുഖമാണ്, പ്രിയാമ്പിളാണ്. ഞാനിവിടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പ്രിയാമ്പിളിൽ ഭരണഘടനയുടെ ഒരു മൗലികമായ അവകാശങ്ങളെ കുറിച്ച് ഞാൻ കോറിയിട്ടിട്ടുണ്ട്. അത് നമ്മുടെ മതനിരപേക്ഷത, നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, നമ്മുടെ നീതിയെക്കുറിച്ച്, തുല്യത ഈക്വാലിറ്റിയെക്കുറിച്ച്, നമ്മുടെ അതിനൊക്കെ ഏറ്റവും ഉപരിയായി പറയുന്നത് ഫ്രട്ടേണിറ്റിയെക്കുറിച്ച്, സഹോദര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കലാലയ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല പിന്തുണ നൽകിയിട്ടുള്ള ആളാണ് രവിശേഖർ സാറ്. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ബിജു ടീച്ചർ എൻ്റെ ടീച്ചറാണ്, എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ്. ടീച്ചർ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം തരുന്നവരാണ്. അങ്ങനെ നമ്മുടെ പ്രിൻസിപ്പള് സാറ് ഒരു NSS ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗ്രൗണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊരു ചെറിയ കാര്യം സാറും മലപ്പുറം പറയാത്തതാണ്. അങ്ങനെ എന്നാ സാർ നടത്തിയിട്ടായിരുന്നു. പിന്നെയും ഞാൻ SFIയുടെ പ്രവർത്തകനാണ്, ASFിന്റെ പ്രവർത്തകൻ അനു കിഷോർ, ASUവിന്റെ പ്രവർത്തകൻ അനീഷ്. ഞങ്ങൾ 3 വലിയ കൂട്ടുകാരായിരുന്നു. ഞങ്ങളൊരു ഈ രാത്രി ഞാൻ ആ കുസൃതി കാണിക്കാൻ പോയില്ല, പക്ഷേ ഇവരെന്തോ കുസൃതി കാണിക്കാനേ പോയി രാത്രി ഒരുപാട് വൈകിയാണ് കിടന്നത് ഈ ക്യാമ്പ് നടക്കുമ്പോഴേ. അപ്പോൾ നേരം വെളുത്തപ്പോൾ എഴുന്നേക്കാൻ വൈകി. ഞങ്ങൾ 3 കൂടി ഒരു സാറോട് എല്ലായ്പ്പോഴും ജിംസ് സാറ് നല്ല സ്നേഹം നമ്മോട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ സാറുമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഒരു തൊഴിൽ മേള സംഘടിപ്പിക്കാനൊക്കെ സാറിൻ്റെ പിന്തുണ ഞങ്ങൾക്കുണ്ടായി. അതെല്ലാം കൂടി കണക്കിലെടുത്താണ് ഈ അവാർഡൊക്കെ ലഭിക്കുന്നത്. ഇങ്ങനെ എന്നെ പഠിപ്പിച്ചാലും പഠിപ്പിക്കാത്തവരാണ് ഒരുപാട് അധ്യാപകരുടെയുണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും, എല്ലാ അനധ്യാപകരോടുമുള്ള നന്ദിയും സ്നേഹവും, ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളോടുമുള്ള. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലൂടെ പോകുമ്പോൾ ഇതിനടുത്ത് ഇടുക്കിയിൽ നിന്നും വയനാട് നിന്നുമുള്ള 2-3 കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു. അപ്പം എവിടെയെന്ന് വെച്ചാൽ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥികളാണെന്നാണ് അത് പറഞ്ഞത്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവർ ഞാനൊരു വഴി വെച്ചവരെ കണ്ടപ്പോൾ അവിടെ എൻ്റെ വീടിനടുത്താണ് താമസിക്കാൻ, വാടകയ്ക്ക് താമസിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ഇവിടെ ഉള്ളവരെ തന്നെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുറത്തുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കാനൊക്കെ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ ഒരു ദിവസമായി തീരട്ടെ. ഇവിടെ ഒരു നിവേദനം എഴുതിയപ്പോൾ തന്നിട്ടുണ്ട്. അതൊരു ഗ്രാമവണ്ടി, അതായത് ബ്ലോക്ക് പഞ്ചായത്ത് KSRTCയുമായി ചേർന്ന് ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതിയാണ് ഗ്രാമവണ്ടി. അതിനോട് ഇങ്ങനെ ജിംസൺ സാറ് പ്രിൻസിപ്പളും ടീച്ചറൊക്കെ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രവിശേഖർ സാറ് എന്നോട് പ്രകാശനം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഗ്രാമവണ്ടി എന്ന് പറയുന്നത് KSRTCയാണ്. നിശ്ചയമായും ഞാനത്, പക്ഷെ നിങ്ങൾ എല്ലാവരും കൺസെഷൻ മാത്രം കൊടുത്ത് വരുമ്പോൾ അവർക്കത് കൂട്ടിപ്പോകുന്ന സ്ഥിതി വരും. അപ്പോൾ അല്ലാത്ത ആൾക്കാരൊക്കെ കയറി അത് നല്ല നിലയ്ക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റശീലം വരാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രാമവണ്ടി കൂടി ആരംഭിക്കുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഏറ്റവും കൃത്യമായ ഈ സ്നേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ പഠിപ്പിച്ച മത്തായി സാറ് ഇപ്പോൾ ഇവിടെയില്ല. മത്തായി സാറ് അകാലത്തിൽ വേർപെട്ടു പോയി. സാറിൻ്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. ജോസഫ് അക്ഷർ സാറിനെ ഓർക്കുകയാണ്. മരിച്ചുപോയ ഗോപൻ സാറിനെ ഓർക്കുന്നു. അങ്ങനെ ഒരുപാട് പേര്, കുറച്ചുപേര് നമ്മളെന്നൊക്കെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ആദരവോടുകൂടി ഓർക്കുന്നു. നിങ്ങൾ നൽകിയ സ്നേഹത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോളേജ് പ്രിൻസിപ്പൽ സാർ, അതുപോലെ തന്നെ ആദരണീയായ മാനേജർ അച്ഛൻ, അതുപോലെ യൂണിയൻ ചെയർമാൻ, വൈസ് ചെയർമാൻ, അതുപോലെ സുഹൃത്തും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ആയ ബഹുമാനപ്പെട്ട രഞ്ജിത്ത്, അതുപോലെ വേദിയിലും സദസ്സിലും ഉള്ള അധ്യാപകർ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡ് ലഭിച്ചത്. അതിലുപരി ഈ അവാർഡ് ലഭിച്ചു കഴിഞ്ഞ് ആദ്യം
പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് നമ്മുടെ കോളേജിലാണ്. അതിലൊരുപാട് സന്തോഷം. കാരണം ഈ കോളേജ് വന്നതിന് ശേഷമാണ് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പഠിക്കാതെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയോ അല്ലെ രണ്ടുപേരും അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ ക്രോസ് ചെയ്ത് പോകാനൊക്കെ മടിയുള്ള ഒരാളായിരുന്നു. അത്രയ്ക്ക് അപകർഷതാബോധം അല്ലെ പേടിയൊക്കെ ഒരാളായിരുന്നു. ഞാൻ ഈ കോളേജിൽ വന്ന് സ്റ്റേജിൽ കയറാൻ തുടങ്ങി, പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. ഈ കോളേജിലെ ഓരോ ഫംഗ്ഷനും എന്ത് പരിപാടി വന്നാലും ഞങ്ങൾ 3 പേരുണ്ട്. ഞാൻ, ബാലേന്ദ്രൻ, നമ്മൾ സുരാജ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും സ്കിറ്റോ എന്തെങ്കിലും പ്രോഗ്രാം എല്ലാ പ്രോഗ്രാമിലും കോളേജിൽ നിന്നുണ്ടാകും. അങ്ങനെ കോളേജിൽ പ്രോഗ്രാം ചെയ്താണ് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നതും അതിൽ പ്രൊഫഷനാക്കി മാറ്റിയതും. അപ്പോൾ ഈ അവാർഡ് ശരിക്കും കോളേജിൽ കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ഞാൻ ഈ സന്തോഷത്തോടെ പറയുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ കോളേജിൽ വന്നപ്പോൾ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് കയറിപ്പോയി. കുറച്ച് പറയാവുന്നതാണ്, കുറച്ച് പറയാൻ പാടില്ലാത്തതൊക്കെ ഉണ്ട്. എങ്കിലും അതെല്ലാം ഒരുപാട് ഇങ്ങനെ മനസ്സിലേക്ക് കണ്ടുപോയി. പിന്നെ ഒരുപാട് സങ്കടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ പഠിച്ച 3 പേർ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ല. അവർ നമ്മളെ വിട്ടുപോയി. അപ്പം അതിൻ്റെ ഒരു സങ്കടമുണ്ടല്ലോ. എന്തായാലും കോളേജിലെ ഈ ഫംഗ്ഷനെ എൻ്റെ വീണ്ടും ക്ഷണിച്ചതിലും ഇങ്ങനൊരു അംഗീകാരം തന്നതിലും നന്ദി പറയുന്നില്ല. സ്നേഹം, എല്ലാവരോടും സ്നേഹം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ രസകരമായ ഒരു സംഭവം, പണ്ട് ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സ്കിറ്റൊക്കെ കളിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത്, രാജു മാമൻ എന്നൊരു സാറുണ്ട്. രാജു സാർ ഒരു നോട്ടീസ് കൊടുത്തിട്ട് സുരാജ്, രാജേഷ് എല്ലാവരും കൂടി ഒന്ന് പെട്ടെന്ന് ലാബിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് വേണ്ട പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ ഒരു തബല വായിക്കുന്ന പെൺകുട്ടിയുണ്ട്, നിങ്ങൾ അത് കേട്ടിട്ട് ഒരു അഭിപ്രായം പറയണം, എന്നിട്ട് വേണം നമുക്ക് മത്സരത്തിന് അയക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ, സുരാജ്, ആകപ്പാടെ താളബോധമുള്ള ഉദയനുണ്ട് ഭാഗ്യത്തിന്. ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ ഇരുന്നു ജഡ്ജ്മെന്റ് ചെയ്യാനിരിക്കുന്ന പോലെ. ആ പെൺകുട്ടി അവിടെ ഇരുന്ന് തബല വായിച്ചു. നമ്മൾ സാക്കിർ ഹുസൈന്മാരിരിക്കുന്ന കുട്ടി ഇരുന്ന് താളവും പിടിച്ചിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ സാറ് ചോദിച്ചു, എങ്ങനെയുണ്ട്? നമ്മൾ കൊള്ളാം സാറേ, യൂണിവേഴ്സിറ്റിക്ക് അയക്കാന്ന് പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ അയച്ചു. ആ കുട്ടി ഇപ്പം അത് പറഞ്ഞപ്പോൾ ചമ്മന് നാളെ കിട്ടുന്നു. കാരണം അതാണ് രത്നശ്രീ. ഇപ്പം നമ്മുടെ ഇന്ത്യ അറിയുന്നൊരു തമിഴിസ്റ്റാണ്.